ശരണി ഇപ്പോഴും ഈ നാഷണൽ സെന്റർ ഫോർ എയർ സയൻസ് സ്റ്റഡീസ് സംഘത്തിന്റെ പരിശോധന റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 3 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മൃതദേഹം, നേരത്തെ ഒരു മൃതദേഹ അവശിഷ്ടം, ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരുന്നു. ശരണയുടെ തൊട്ട് പിന്നിൽ കാണുന്ന ആ കുളത്തിൽ നിന്നും ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തിരുന്നു. ഒരുപക്ഷെ ഈ വിശദമായ പരിശോധന, ഈ സംഘത്തിൻ്റെ പരിശോധനയിൽ കൂടുതൽ സ്പോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 4 പേരെ മാത്രമായിരിക്കുമോ ഇയാൾ കൊന്നു കുഴിച്ചു മൂടിയത്, അങ്ങനെ ഉണ്ട് ആ രീതിയിലുള്ള സംശയം. അതിൽ കൂടുതൽ ആളുകളെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമോ? ഈ പല കേസുകളും തിരോധാന കേസുകളാണ്. ഈ കാലയളവിൽ, ഈ 20 വർഷ കാലയളവിൽ കാണാതായിട്ടുള്ള സ്ത്രീകളുടെ തിരോധാന കേസുകളിലൊക്കെ സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ടോ അന്വേഷണ സംഘം? ഒന്നും പറയാനാകാത്തൊരവസ്ഥയാണ്. കാരണം അന്വേഷണ സംഘങ്ങൾ കരുതുന്നത് ഈ സ്ത്രീകൾ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ അപായപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് കേസിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത് ജൈനമ്മ തിരോധാന കേസിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അയാളെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ സ്ത്രീകൾ എല്ലാവരുമായിട്ടും അടുത്ത ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ വ്യക്തമാക്കുമ്പോഴും എല്ലാ രീതിയിലും സമാന സ്വഭാവങ്ങൾ കേസുകൾ കൊള്ളുമ്പോൾ പോലും തെളിവുകളിലേക്ക് ഇയാളെ കൊണ്ടുപോകുക എന്നുള്ളത് ജൈനമ്മ തിരോധാന കേസിലാണ് ഇപ്പോൾ പ്രധാനമായി അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത്. അത്തരത്തിൽ ജൈനമ്മ തിരോധാന കേസ് അടക്കമുള്ള കേസുകളിലാണ് ഇപ്പോൾ അതുമായി കണക്ട് ചെയ്താണ് ഇപ്പോൾ ഒരു തുമ്പിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആരുടേതൊക്കെയാണ് ഈ അസ്ഥികൂടങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തന്നെയാണോ എന്നുള്ളതൊക്കെ ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ DNA പരിശോധനാ ഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അത് ആരുടേതാണ് എന്ന് വ്യക്തമാക്കാനായി കഴിയുകയുള്ളൂ. ടോം, DNA പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഈ നേരത്തെ കണ്ടെത്തിയ അസ്ഥികൂടം അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ശരണ്യ, ഇവിടെ ബിന്ദു പത്മനാഭൻ്റെ, ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു ഈ ബിന്ദു പത്മനാഭൻ്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു റഡാർ പരിശോധന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘം ഈ സംഘത്തെ സമീപിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ഒരു അന്വേഷണം മാത്രമല്ല, ഐഷ, സിന്ധു എന്ന ബിന്ദു, അതോടൊപ്പം ജൈനമ്മ, ഈ 4 പേരിലും ആരുടെ മൃതദേഹമാണ് ആദ്യം ആരുടെ അസ്ഥികൂടമാണ് ആദ്യം കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ എന്തായാലും പരിശോധനാ ഫലം പുറത്തു വന്നാൽ അക്കാര്യത്തിലൊരു വ്യക്തത വരും. അതിനായി ഏതൊക്കെ രീതിയിൽ ആരുടെയൊക്കെ രക്ത സാമ്പിളുകളാണ് ഈ DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പുറത്താണ്. ആ സഹോദരൻ്റെ വിദേശത്താണ്. അദ്ദേഹത്തെ നാട്ടിലെത്തിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും അത്തരം നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള നടപടികൾ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ആരംഭിച്ചിട്ടുണ്ടോ? ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ഇപ്പോൾ ഇന്നോ നാളെയോ നാട്ടിലെത്തുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ആദ്യം തന്നെ ബിന്ദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമത് വീണ്ടും എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇയാളോട് ഇവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇറ്റലിയിലാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഉള്ളത്. പ്രവീൺ നാട്ടിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മറ്റ് ആളുകളുടെ കൂടി അവരെ കൂടി അന്വേഷണ സംഘം വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം സ്വദേശിയായ ബിന്ദു എന്ന സിന്ധു, ഒപ്പം ഈ ഐഷ തിരോധാനത്തിൽ ഐഷയുടെ ബന്ധുക്കളെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ DNA സാമ്പിളുകൾക്കുള്ള പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ബിന്ദു പത്മനാഭന്റെ കേസിലും അത് നടക്കുന്നുണ്ട്. ജൈനമ്മയുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായും 3 കേസുകളാണ് ഇപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ വന്നിട്ടുള്ളത്. അത് ഒന്ന് ഈ ബിന്ദു പത്മനാഭന്റെ കേസും, ഒപ്പം തന്നെ ജൈനമ്മ, ഐഷ കേസുകൾ. സിന്ധു സമാനമായ സാഹചര്യമുള്ള കുടുംബ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ചേർത്തല സ്വദേശിനി കൂടിയാണ്. സെബാസ്റ്റ്യനുമായി ഈ സ്ഥലത്തിനൊക്കെ അടുത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കേസും കൂടി ചേർത്ത് വെച്ച് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസം, അതായത് ഇപ്പോൾ ഈ DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇതൊക്കെ ആരുടേതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരാളുടെ തന്നെയാണോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. പഴക്കമുള്ള അസ്ഥികളാണെന്നൊക്കെയുള്ള അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് മറ്റാരുടെയെങ്കിലും ആണോ? 2012 ഐഷയെ കാണാതാകുന്നത്.
2006 മുതൽ ബിന്ദു പത്മനാഭനെ കാണാനില്ല, 2012 മുതൽ ഐഷയെ കാണാനില്ല, ഒപ്പം തന്നെ 2024 ഡിസംബറിലാണ് ജയനമ്മയെ കാണാതാകുന്നത്. ഒപ്പം അതിനിടയ്ക്കാണ് മിസ്സിംഗ് ആയിട്ടുള്ള സിന്ധു എന്ന ബിന്ദുവിൻ്റെ തിരോധാനം കൂടി അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെ കോൺഫിഡൻസിലൂടെ മുന്നോട്ട് പോകുന്ന സെബാസ്റ്റ്യനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇതിനകത്ത് കൃത്യമായ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഒപ്പം തൻ്റെ അനാരോഗ്യം പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തെ ഓരോ ഘട്ടത്തിലും അയാൾ ബുദ്ധിപൂർവ്വം തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. നേരത്തെയും സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. ശ്രീജിത്ത് കൂടി ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് സെബാസ്റ്റ്യന്റെ ജീവിതം. ഇതേക്കുറിച്ച് ഭാര്യ സുബിക്ക് അറിവുള്ളതാണോ? പ്രത്യേകിച്ചും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ അറിവുള്ള വ്യക്തിയാണോ ഭാര്യ? സുബിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ആദ്യം ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ, മൊഴിയെടുപ്പ് നടത്തിയപ്പോൾ സുബി പറഞ്ഞ വിവരം. ഇക്കാര്യത്തിൽ പല വ്യക്തതകളും വരുത്തുന്നതിന് വേണ്ടിയാണ് സുബിയെ വീണ്ടും വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് സുബി എത്തിയിട്ടുള്ളത്. സുബിയുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ സെബാസ്റ്റ്യനെ കുറിച്ച് യാതൊന്നും അറിയില്ല, അതായത് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നതായി അറിയില്ല എന്നാണ് സുബിയുടെ ഒരു മൊഴി. പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വാങ്ങി എന്നുള്ളതാണ് വിവാഹ സമയം താൻ അറിഞ്ഞിരുന്നത്. പിന്നീടാണ് അതൊരു കേസായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതാണ് സുബി ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതേസമയം തന്നെ തന്നോടും മകളോടും വളരെ കാര്യമായി സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയിരുന്നത് താനാണ് എന്നുകൂടി അദ്ദേഹം അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഇനിയും നിഗൂഢത മാറാനുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിനാണ് വലിയ ദിവസങ്ങളെടുത്തുള്ള പരിശോധനയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നത്. പലയിടത്തും തെളിവെടുപ്പ് ബാക്കിയുണ്ട്. ഒരുപക്ഷെ ഇന്ന് എരുമേലിയിൽ കൊണ്ടുപോയി ഈരാറ്റുപേട്ടയിൽ കൊണ്ടുപോയി മൊബൈൽ ചാർജ് ചെയ്ത സ്ഥലത്ത് ഒരു പരിശോധന തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ അവസാന കാലത്ത് ഈ പിടികൂടുന്നത് വരെ ഏറ്റുമാനൂരിലെ വെട്ടിമുകളിലെ വീട്ടിൽ തന്നെയായിരുന്നു സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന നില ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പല തുമ്പുകളും കിട്ടിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. പക്ഷെ അത് എന്തൊക്കെ എന്നുള്ളത് ഇപ്പോൾ അവർ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. എന്തായാലും നിരവധി CCTV അടക്കം, പ്രത്യേകിച്ച് എറണാകുളം ക്രൈംബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥരും ഇന്ന് കോട്ടയത്തുണ്ട്. ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ അന്വേഷണം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾക്ക് കീഴിലെ പല ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോം. അതോടൊപ്പം ശ്രീജിത്ത്, ഈ വളരെ ശരണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത്. ഇയാൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു കുറ്റം ഇതുവരെ സംബന്ധിച്ചിട്ടില്ല. ഇയാളുടെ ആരോഗ്യ പ്രശ്നമാണ് ആ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഒരു സ്വഭാവം പോലും ഒരു കടുപ്പിക്കാതെ അന്വേഷണ സംഘം നീങ്ങുന്നത്, കാര്യങ്ങൾ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഏതെങ്കിലും സൂചന, പ്രത്യേകിച്ചും അവിടെ നിന്നൊരു അസ്ഥികൂടവും കഴിഞ്ഞ ദിവസങ്ങളിൽ അസ്ഥി കഷ്ണങ്ങളടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ ശ്രീജിത്ത്? ഇയാൾ കുറ്റം സംബന്ധിച്ച ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ 2-3 ദിവസമായി കാര്യമായ വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ജൈനമ്മ കേസാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളുമാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ, അതിന്റെ ഭാഗങ്ങൾ അത് ജൈനമ്മയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതല്ലാതെ ബാക്കി തെളിവുകളെല്ലാം കണ്ടെത്തി ഇങ്ങനെ ഫോൺ ഒളിപ്പിച്ചു വെച്ചു, അത്തരം തെളിവുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുകിൽ ജൈനമ്മ മരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് തെളിവുകളായി, ശാസ്ത്രീയ തെളിവുകളായി കണ്ടെത്തേണ്ടി വരും. അതല്ലെങ്കിൽ സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കേണ്ടി വരും. ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി സഹകരിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തോട് എന്നുള്ളതാണ്.
അന്വേഷണ സംഘത്തിനുള്ള വെല്ലുവിളി അത് തന്നെയാണ്. ഏതാണ്ട് 10-70 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, എല്ലാ ദിവസവും വൈദ്യ പരിശോധന നടത്തിയ ശേഷമാണ് ചോദ്യം ചെയ്യൽ പ്രക്രിയയിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയും ചെയ്യുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് മറ്റൊരു വഴി തേടുന്നത്. അത് ശാസ്ത്രീയ വിവരങ്ങളാണ്. ഇയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ വിവിധ പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇയാൾക്ക് ഈ കേസിൽ ബന്ധമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള തെളിവുകളാണ് അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കിട്ടി, മൊബൈലുമായി ബന്ധപ്പെട്ടത്, സ്വർണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്ന സൂചന. അതെന്തൊക്കെ എന്നുള്ളത് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെ ഇനിയുള്ള മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ ഭാര്യ സുബിയെ കോട്ടയത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സെബാസ്റ്റ്യൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഈ ദുരൂഹമായിട്ടുള്ള ജീവിതത്തിലെ പല കാര്യങ്ങളും ചോദിച്ച് അറിയാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.